ശ്രീ ജോർജ് മാത്യു, ഈ പോലീസിനെ കുഴയ്ക്കുന്ന അന്വേഷണ ഘട്ടത്തിലേക്ക് രണ്ടാമത് വരാം. അവിടെയാണ് ശ്രീ ജോർജ് ജോസഫിനും കുറച്ചുകൂടി ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിക്കും സംഭാവന ചെയ്യാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഇതൊരു മനോരോഗിയുടെ കൃത്യമാണോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ആണെങ്കിലും ശ്രീ ജോർജ് ജോസഫ് ആണെങ്കിലും പോലീസിൻ്റെ ഒരു ഭാഷ്യം നമ്മൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ അറിയുന്നത് മനസ്സിലാകുന്നത് ഡോക്ടർ കെ എസ് ഡേവിഡും ഒരു പരിധിവരെ പറഞ്ഞു വെച്ചത് എത്രയോ കാലങ്ങളായുള്ള ഒരു പ്ലാനിങ് ഇതിനകത്തുണ്ടായിരുന്നു. ആസൂത്രിതമായ ഒരു കൊലപാതകത്തിലേക്കാണ് പോയത്. പലതും അന്വേഷിക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൃത്യമാണ്, തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ നോക്കുന്നു. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരിച്ചു കിടക്കുന്നത് ആരാണ്, അച്ഛനും അമ്മയും തന്നെയാണോ എന്നുള്ളത് പോലും പോലീസ് അന്വേഷിക്കണമെങ്കിൽ തെളിവില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്ര ബുദ്ധിപൂർവം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ആൾ വെറും മനോരോഗിയാണ് എന്ന് പറയാൻ സാധിക്കുമോ? ലേബലാണ്. യഥാർത്ഥത്തിൽ അതിൽ വലിയ കഴമ്പൊന്നുമില്ല. ഇപ്പം നമുക്കെല്ലാം തന്നെ അല്പാൽപ്പം മനോരോഗമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മനോരോഗം ഒട്ടുമില്ലാത്ത ഒരാളെയും കണ്ടെത്താൻ ഒക്കത്തില്ല. അപ്പോൾ ആ ലേബൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ദേഷ്യം വരിക, ആ ദേഷ്യം വന്ന് ഒരാളിനെ കൊല്ലുക അല്ലെങ്കിൽ ഒരാളിനെ അടിക്കുക, അത് മനോരോഗമാണെന്നും പറയാം, അല്ലെന്നും പറയാം. അപ്പോൾ അത് ഇവിടെ വലിയ പ്രസക്തമായ ഒരു സംഗതിയല്ല. അപ്പോൾ ഈ കുറ്റകൃത്യം നടന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അച്ഛനമ്മമാരോട് വളരെ കാലത്തെ വൈരാഗ്യം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്നും ഏതാണ്ട് നമുക്കറിയാം. കാരണം അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇയാൾ ഉയർന്നില്ല. അച്ഛനമ്മമാർക്ക് ഇയാളെ ഒന്നുകിൽ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എൻജിനീയർ ആക്കണം. അതിനുവേണ്ടി റഷ്യയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിട്ടിട്ടൊന്നും ഇയാൾ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ല. അപ്പോൾ അതിൻ്റെ നീരസം അച്ഛനമ്മമാർക്ക് ഇയാളോട് കാണും. അപ്പോൾ അതിന് ഒരു പ്രതികാരമായിട്ട് തന്നെയാണ് ഇയാൾ ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. അതായത് ഈ ചെറുപ്പകാലം തൊട്ട് ഇയാളെ അവഗണിച്ചു എന്നുള്ളത് ഒരു മനോനിലയിലേക്ക് ഇയാളെ എത്തിച്ചിട്ടുണ്ട്. ആ മനോനില തുടർന്ന് ഇവിടെ എത്തി ഇത്തരത്തിൽ ഒരു കൃത്യം അയാളെ കൊണ്ട് ചെയ്യിച്ചു. അതെ. അപ്പോൾ അതിന് മനോരോഗമെന്നുള്ള ഒരു ലേബല് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും നേടുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ കെ എസ് ഡേവിഡ്, താങ്കൾ പറയുന്ന ഒരു ഭാഗം എടുക്കാം. ഈ മനോരോഗമുണ്ട് ഈ പ്രതിക്ക്. പക്ഷെ അതേസമയം അയാളെ അങ്ങ് പൂർണ്ണമായി നിഷ്കളങ്കനാക്കി വിടാൻ പറ്റില്ല. അത് ഏതോ ഹാലൂസിനേഷൻ്റെ ഭാഗമായി, മയക്കുമരുന്നിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയൊരു മനോനിലയിൽ നിന്ന് ഈ കൃത്യത്തിലേക്ക് എത്തിയെന്നല്ല. അയാളിൽ അടിസ്ഥാനപരമായി വൈരാഗ്യമുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. അത് അച്ഛനോടുള്ള വൈരാഗ്യമാണോ, സ്വത്തിനോടുള്ള താല്പര്യമാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ വൈരാഗ്യം, അവഗണന എന്നുള്ളൊരു വൈരാഗ്യമുണ്ട്. ഇതൊക്കെ തുടക്കം തൊട്ടേ അയാൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്തി ഈ കൃത്യം നിർവഹിപ്പിച്ചു. അതിൽ മയക്കുമരുന്നിന് എവിടെയോ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, മാനസിക വിഭ്രാന്തി കൊണ്ട് നടത്തുന്ന ഒരു കുറ്റകൃത്യം ആയതുകൊണ്ട് മാത്രം ഒരാൾ ശിക്ഷയിൽ നിന്ന് മുക്തനാക്കപ്പെടുന്നില്ല. അവനെ തടവിലിട്ടുകൊണ്ട് തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഒരു പ്രത്യേക കാര്യം കൊണ്ട് രക്ഷപ്പെടാനുള്ള കാര്യമല്ല. പിന്നെ വളരെ ബുദ്ധിപൂർവമായിട്ടൊന്നും ഈ കൊലപാതകം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മറവ് ചെയ്യാൻ പോലും സാധിക്കാതെ അവിടെ റൂമിൽ ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുക എന്ന് പറയുന്നത് അവൻ്റെ മാനസിക വികലത തന്നെയാണ്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, എങ്ങനെ മാനസിക രോഗത്തിലോട്ട് എത്തി എന്നുള്ളതാണ്. അതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഘടകങ്ങളായിരിക്കാം. അതായത് നമ്മുടെ കുട്ടികളിൽ ഏറ്റവും ഉള്ള പ്രശ്നം ഫ്രസ്ട്രേഷൻ ടോളറൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ സമ്മാനങ്ങൾ കൊടുത്തും പണം കൊടുത്തും കുട്ടികളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ സൈക്കിൾ ഓടിച്ചാൽ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. ജീവിതത്തിൽ ഒരിക്കലും അവർ നോ എന്ന് പറയില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് നിരാശ വരികയോ മോഹഭംഗം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ അത് നേരിടാനായിട്ടുള്ള ഒരു മാനസിക പക്വത അവരിൽ ഉണ്ടാകാതെ വരുന്നു. ഈ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ഇല്ലാത്തതാണ് പലപ്പോഴും പലരുടെയും മാനസിക നിലവാരം തെറ്റിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും മയക്കുമരുന്നിലോട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ മയക്കുമരുന്നിലോട്ടും അതുപോലെയുള്ള വികലമായ മാനസികാവസ്ഥയിലോട്ടും മാനസിക രോഗങ്ങളിലോട്ടും വരെ ഡിപ്രഷനിലൊക്കെ പോകുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഇവൻ ചെയ്യുന്ന സമയത്ത് ഇവൻ നോർമലാണോ അബ്നോർമലാണോ എന്നുള്ളത് കൊണ്ട് കേസിന് പ്രത്യേകതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അബ്നോർമലായിട്ടുള്ളൊരാൾ പറയുന്നതിൻ്റെ പിന്നാലാണെന്ന് അതിനെപ്പറ്റി അന്വേഷണം നടത്താതെ അവനെ നോർമലാക്കിയതിന് ശേഷം അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തെളിവെടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ശരി, ശ്രീ സുനിൽ പരമേശ്വരൻ, അവിടെ അങ്ങനെയാണെങ്കിൽ മയക്കുമരുന്നിനുള്ള സ്ഥാനം തന്നെയാണ്
ഈ മാന്ത്രിക സേവയ്ക്കും സാത്താൻ സേവയ്ക്കും അതല്ലെങ്കിൽ എയ്സ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൃത്യത്തിനും ഉള്ളത് ഒരു ടൂളാണ്. എല്ലാം ചെയ്യാനായി തുടക്കം മുതൽ കുട്ടിക്കാലം മുതൽ തന്നെ കാരണങ്ങളുണ്ട്, അവഗണനയുണ്ട്, വൈരാഗ്യത്തിനുള്ള കാരണമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് സഹായകരമാകുന്ന കൃത്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതാ ഇങ്ങനെ കത്തിച്ച് ഇടാം, അതിന് എയ്സ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ മഴു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ച് ഇവരെ വെട്ടി കൊലപ്പെടുത്താം. അതിലൊക്കെ മറയായി ഒരാൾ അറിയാതെ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം. അതിനെന്തൊക്കെ സഹായകരമായിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു പ്രതിയെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിന് ഇവിടെയുള്ള ഒരു മാസ്മരിക ദൃശ്യ ലോകവും എഴുത്തിൻ്റെ ലോകവും ഈ കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് സഹായിച്ചിട്ടുണ്ട്. എയ്സ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ശരി തെറ്റ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ പറയുന്ന മാന്ത്രിക കാര്യങ്ങളിൽ അങ്ങേപ്പോലുള്ളവർ എഴുതുമ്പോഴും സിനിമയാക്കുമ്പോഴും ഒക്കെ അതിന് ശാസ്ത്രീയമായി നിലനിൽപ്പില്ലാത്തതാണ് എന്ന് പ്രേക്ഷകർക്ക്, ഇത്തരം ചെറിയ കുട്ടികൾക്ക്, ഇവർ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഇതിനോട് പരിചയം ഉണ്ടാകുന്നത് കൊണ്ട് അതിനവർക്ക് സാധ്യമാകുന്നുണ്ടോ? ഇത് ശരിയല്ലാത്ത കാര്യങ്ങളാണ്, ഇത് യാഥാർത്ഥ്യമല്ല എന്നവർ അറിയുന്നുണ്ടോ? കൊണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടുള്ള സ്വാധീനത്തെക്കാളൊക്കെ അപ്പുറമാണ് ഈ കുട്ടിയിൽ ഉണ്ടായ ഈ കുട്ടിയിൽ സ്നേഹം, ഈ കുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് നടക്കാത്തവര് ഉയരാൻ പറ്റാത്തത്, കൂട്ടുകാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ലഹരി പദാർത്ഥം, ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിനകത്ത് തന്നെ ഇതെല്ലാം ഉത്തരവുണ്ട്. നോവൽ സാഹിത്യമായിട്ടോ ഇപ്പൊ ഞാൻ മരിച്ചവരെ കുറിച്ചിട്ടുള്ള 3 പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അവിടെ നിന്ന് ഇത്തരത്തിലെ ആൾക്കാരെ വെച്ചുകൊണ്ടിട്ടുള്ള കഥകളൊന്നുമല്ല, അത് കഥകളായി ഇത് അവൻ ഉപയോഗിച്ചിരിക്കുന്നു. ആ ക്രിമിനൽ കുറ്റം ചെയ്ത കുറ്റവാളി ഇത്തരം അവന്റെ ആത്യന്തികമായ ലക്ഷ്യം തനിക്കുള്ള പക ഈ അച്ഛനമ്മമാരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. സുനിൽ പരമേശ്വരൻ, അതായത് അങ്ങ് 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ആ സ്ഥലങ്ങളിൽ പോയി അവിടെ എങ്ങനെയാണ് ഈ മരണത്തിന് ശേഷം ആത്മാവ് സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് അങ്ങ് പുസ്തകത്തിൽ പറയാൻ ശ്രമിച്ചത്. പക്ഷെ അല്ലെങ്കിൽ എയ്സ്ട്രൽ പ്രൊജക്ഷന്റെ വേറെ സാധ്യതകളൊക്കെയാണ് അങ്ങ് എവിടെയെങ്കിലും ഉപയോഗിക്കുക. ഇതൊക്കെ ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണോ അങ്ങൊക്കെ എഴുതുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഇതൊരു എഴുത്തുകാരന്റെ ഭാവനയായിട്ട് മാത്രമേ കാണാവുള്ളൂ. ഒരു മിനിറ്റ് ശ്രീ സുനിൽ പരമേശ്വരൻ. ശ്രീ ജോർജ് മാത്യു, ഇത് അങ്ങനെ ഭാവനയിൽ വിട്ടുകൊടുക്കേണ്ട ഒരു സാധനമാണോ? ഇതിന് എയ്സ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് അങ്ങ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനൊരു ശാസ്ത്രീയമായ ലെവലുണ്ട്. ഈ ആത്മാവ്, സ്വന്തം ആത്മാവ് തന്നെ പുറത്തേക്ക് വായുവിലൂടെ സഞ്ചരിപ്പിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയ തലമുണ്ട് എന്നാണ്. അതിനെ ലളിതമായി കൈകാര്യം ചെയ്യുന്നതാണോ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത്? ശ്രീ ജോർജ് മാത്യു, ഈ ആസ്ട്രൽ പ്രൊജക്ഷനും ഈ കൊലപാതകവുമായിട്ട് വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. അത് ഇയാൾ വെറുതെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി പരീക്ഷണം നടത്തുന്നവരെല്ലാം സ്വന്തം ശരീരത്തിലാണ് പരീക്ഷണം നടത്തുന്നത്. അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ഭാരതത്തിലുമുണ്ട്. ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് പരീക്ഷണം നടത്തിയ ആരും കൊലപാതകം നടത്തിയതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഈ പയ്യൻ അറിയാതെ ഈ കൊലപാതകം ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപക്ഷെ ഇത് എഴുതുന്ന ആളുകളും ഇതിനെ സിനിമയാക്കുന്നവരും പോലും അത് വെറും കഥയാക്കി ഭാവനയിൽ വേറെ വിരിയിച്ചെടുക്കുമ്പോൾ അതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ് ശ്രീ ജോർജ് മാത്യു, 1 മിനിറ്റിൽ അങ്ങേക്ക് അത് വിവരിക്കാമെങ്കിൽ എന്താണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ? അതായത് മനുഷ്യന് ഈ ഫിസിക്കൽ ബോഡി കൂടാതെ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് 2 എണ്ണം കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ സാധാരണ ചെയ്യുന്നത് യാജ്ഞാചക്രം വഴി അല്ലെങ്കിൽ പൈനിയൽ ഡോർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് കാലിൽ നിന്ന് ബോധം പിൻവലിക്കുകയും ഈ സൂക്ഷ്മ ശരീരം പൈനിയൽ ഗ്ലാൻഡ് വഴി വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാം എന്നൊരു മെത്തേഡുണ്ട്. പിന്നെ ഇതുകൂടാതെ സ്ലീപ്പ് പാരാലിസിസ് ഇൻഡ്യൂസ് ചെയ്ത് ബോഡി നിശ്ചലമാക്കി ആസ്ട്രൽ ബോഡി ഫിസിക്കൽ ബോഡി എന്ന് വേർപെടുത്താം എന്ന് വേറൊരു ഒരു മെത്തേഡുണ്ട്. എന്തായാലും ഇതൊരു പുണ്യം കിട്ടാൻ വേണ്ടി പാപികൾ ചെയ്യേണ്ട കാര്യമല്ല, ഒരാളെ കൊന്ന് നടത്തേണ്ട ക്രിയയല്ല. ഇത് രണ്ടും ശരിയാണ്. അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഒരു കൊലപാതകവുമായിട്ട് ആദ്യമാണ് ബന്ധപ്പെടുത്തി കേൾക്കുന്നത്. ശരി, എന്തായാലും ഇത് ഇപ്പോൾ അങ്ങ് വിവരിച്ചതിൽ നിന്ന് ഇത് പൂർണ്ണമായി അവിടെ ഇവിടെ മാത്രമേ ആകുന്നുള്ളൂ. ആളുകൾക്ക് പൂർണ്ണ വിവരം അവർ ഇനി അത് പഠിക്കേണ്ടതുണ്ട്. ഇത് കേട്ടതുകൊണ്ട് മാത്രം ചില ക്രിയകളിലേക്ക് അവർ ഇറങ്ങാൻ പാടില്ല.
ഇതോടുകൂടി തന്നെ കൺഫ്യൂഷനായി മറ്റ് കൃത്യങ്ങളിലേക്ക് ഇറങ്ങാനും പാടില്ല. ഈ ഘട്ടത്തിൽ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ ജോർജ് ജോസഫ്, നിങ്ങൾ രണ്ടുപേരിലേക്കും വരേണ്ട ഒരു ഘട്ടമാണിത്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറയുന്നു, ശ്രീ ജോർജ് ജോസഫ് താങ്കളോടാണ്, ഈ ശരീരം ഇപ്പോൾ ഇല്ല, ശരീരം ആരുടേതാണെന്ന് അറിയില്ല, കത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ തെളിവുകൾ, DNA പരിശോധനയ്ക്ക് പോലും സാധ്യമാകാത്ത വിധം, പോസ്റ്റ്മോർട്ടം പോലും പൂർത്തീകരിച്ച് നടത്താൻ പറ്റാത്ത വിധമുള്ള അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു ഈ ശരീരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വലിയ വെല്ലുവിളിയല്ലേ പോലീസിനുണ്ടാകുന്നത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ? എന്നോടാണോ? അതെ 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 അതെ. ഇതിനകത്ത് പോലീസ് എന്തായാലും കറക്റ്റ് ട്രാക്കിൽ വന്നെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡറാണ്. ഇതിനകത്ത് കൃത്യമായ ഒരു മോട്ടീവ് ഉണ്ട്. ഇതൊരു സാഹചര്യ തെളിവ് മാത്രം ഉള്ള ഒരു കേസാണ്. സാഹചര്യ തെളിവ് മാത്രം തെളിയിക്കേണ്ട ഒരു കേസാണ്. ഇതിനകത്ത് ആ പയ്യന് കൃത്യമായ മോട്ടീവ് ഉണ്ട്. ഇതിനൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. മഴു ഓൺലൈനിൽ വന്നു, മുറിയിൽ നിന്ന് വളരെയധികം ആയുധങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രിപ്പറേഷൻ ആ കുട്ടി നടത്തിയിട്ടുണ്ട്. ഇത് ഈ ആത്മാവും ഈ അസ്ട്രൽ പ്രൊജക്ഷനും ഒക്കെ ബന്ധപ്പെടുത്തി അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിപ്പിക്കാൻ. നല്ല സൂപ്പർ ഇന്റലിജന്റ് ആയ ബോയിയാണത്. ഇദ്ദേഹത്തിന് പേരൻസിന് നല്ല IQ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ IQ വഴിതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന് EQ, എമോഷണൽ കോഷന്റ് EQ കുറവാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ ഇത് കൊലപാതകം നടന്നത് എന്നാണെന്ന് കൃത്യമായിട്ട് പോലീസ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത്. കാരണം ഈ വ്യാഴാഴ്ച അതിനുള്ള പരിമിതിയാണ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി നേരത്തെ സൂചിപ്പിച്ചത്. ഇല്ല, അത് പോലീസ് അവർ നേരെ കറക്റ്റ് ട്രാക്കിൽ വരും. കാരണം വ്യാഴാഴ്ചയാണ് ഈ 73 വയസ്സുള്ള ലളിത എന്ന് പറഞ്ഞ സ്ത്രീ പകൽ വീട്ടിൽ പോയെന്ന് പറയുന്നുണ്ട്. പകൽ വീട്ടില്. അപ്പം അതിനു മുമ്പ് എന്നിട്ട് ഇവർക്ക് ഇതൊരു മർഡർ നടന്നു എന്ന് തോന്നിയപ്പം ഇവര് കണ്ണു കാണാൻ മേലാത്ത ഇവര് അന്ധയായ സ്ത്രീ 2ാം നിലയെ വലിഞ്ഞു കയറി പോയെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മർഡർ നടന്നെന്ന് പറയുന്നത്. അപ്പൊ 3 പേരെ കൊന്നിട്ട് ആ എവിഡൻസ് നശിപ്പിക്കാൻ കൃത്യമായി പ്ലാനും പദ്ധതിയും ഈ പ്രതി തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആലുവ കൂട്ടക്കൊല കേസിനകത്ത് വന്നപ്പോഴും അതും വെറും ഒരു 30,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മർഡർ ചെയ്തത്. കാരണം വെളിയിൽ പോകുന്നതിന് അപ്പൊ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2 പേരുടെ മർഡർ കഴിഞ്ഞപ്പോൾ ബാക്കി തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി 4 പേര്. ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം കൂടി, ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് ശ്രീ ജോർജ് ജോസഫിൽ നിന്ന് അറിയേണ്ടത്, ഈ കാര്യം ഇങ്ങനെയൊക്കെയാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് അയാളും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി തീരുമാനമാകാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലല്ലോ. എന്തിനു വേണ്ടി എന്നുള്ള കാര്യത്തിൽ അങ്ങ് പറയുന്ന ആ ഒരു ഏറ്റവും അവസാനത്തെ സ്വത്തിന്റെ ഒരു ക്രയവിക്രയം നടന്നത് മാത്രം മതിയോ? ഇല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പയ്യന്റെ പേരിൽ അധികം പ്രോപ്പർട്ടി ഇവരൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ അടുത്ത ആഴ്ചയില് ഈ അമ്മയും മകളും ബ്രൂണൈക്ക് പോവുകയാണ്, അവിടെ ജോലിക്ക് പോവുകയാണ്. ബ്രൂണയിൽ നിന്നാണ് ആ കുട്ടി, ചൈനയിൽ നിന്ന് MBBS പഠിച്ച ആ കുട്ടി ബ്രൂണയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അവിടെ ഒരു സംശയം ഉള്ളത്, ഇപ്പോഴും നമുക്ക് പൂർണ്ണമായ വിവരങ്ങളില്ല, പോലീസ് ഇനി അതിൻ്റെ അന്വേഷണ ഘട്ടത്തിലാണ്. എന്നാലും ഇപ്പോഴും ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ കാണുന്നത് ഈ പയ്യൻ ജിൻസൺ രാജ ഈ വൈരാഗ്യം ഈ അച്ഛനമ്മമാരോട് പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല, ഇപ്പോൾ മർദ്ദിച്ചു എന്ന് അയാൾ പറയുന്നതായി വാർത്ത ഇപ്പോഴും ഉണ്ടെങ്കിൽ കൂടി ഈ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ അതിൻ്റെ മുമ്പിലത്തെ ദിവസങ്ങളിൽ പോലും ഈ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പച്ചക്കറി പരിപാലിക്കുന്നത്, വീട്ടിൽ പച്ചക്കറി കൃഷിയുണ്ട്, അതിൽ ഒരാൾ നനയ്ക്കുന്നു, മറ്റൊരാൾ പച്ചക്കറി പറിക്കുന്നു, ബാക്കിയുള്ളവർ അതിന് വളമിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ 4 കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചെയ്യുന്നത് കണ്ടവരുണ്ട് എന്നുകൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ സ്വത്തിന് വേണ്ടി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ ഒരു കൊലപാതകത്തിലേക്ക് പോകും എന്ന് അനുമാനിക്കാനാകുമോ ഇങ്ങനെയാണെങ്കിൽ? അതെ, അങ്ങനെ തന്നെ പോകും. കാരണം ഒരു അവഗണിക്കപ്പെട്ട ഒരു അന്തർമുഖനായ ഒരു കുട്ടി തന്നെയാണ് ഇത്. അപ്പൊ ആ കുട്ടിയുടെ ഗ്രോത്ത് മുഴുവൻ ഈ ഒരു കാര്യത്തിൽ, കാരണം ആ കുട്ടി അവർ ഉദ്ദേശിച്ച ലെവലിൽ ചെല്ലാത്തത് കൊണ്ട്, ആ മകളെ കൂടുതൽ ഓമനത്വം കാണിച്ചുകൊണ്ട് അന്ന് മുതലേ ഈ വൈരാഗ്യം മനസ്സിൽ ഇങ്ങനെ വന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസം ഇവന്റെ ഇയാളുടെ പാസ്പോർട്ടിന് എന്തോ ഡിഫക്റ്റ് ഉണ്ടായിരുന്നെന്നും മറ്റവരെല്ലാരും ഇവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണെന്നും അതിനു മുമ്പ് ഈ മർഡർ ചെയ്തിരിക്കുന്നു. അതാണ് വന്നിരിക്കുന്നത്. ശരി, ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അപ്പോൾ അറിയേണ്ടത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞ മൊഴിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ പറയുന്നത്
പിതാവിൻ്റെ സ്വഭാവ ദൂഷ്യമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ്. അത് എത്രത്തോളം ശരിയാകാം? 5 മിനിറ്റ് കൂടിയാണ് ഈ ചർച്ചയിൽ ബാക്കിയുള്ളത്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, പോലീസിന് ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ കാണുന്ന ആശങ്കകൾ ഈ കേസിൽ ഇനി വലിയ പ്രസക്തിയില്ല എന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് അവർ അന്വേഷിക്കണം. ആ ഒരു മേഖല ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ പോയിൻ്റ് ലീഗലി ഇൻസെയിൻ ആണോ ഈ പയ്യൻ എന്നുള്ളതാണ്. നിയമത്തിന് മുമ്പിൽ ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് ഉള്ള ലേവലിൽ ഇയാൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് സാധ്യത കുറവാണല്ലോ. കുറവാണ്. അതായത് അതിനകത്ത് ഉള്ളത്, എനിക്ക് ഇതിനകത്ത് ഈ ആ കേന്ദ്രങ്ങൾ നടത്തിയും മുഖഭാവവും അതുപോലെയുള്ളതായ ഇപ്പം കുറ്റരംഗത്തേക്ക് പോയിട്ട് ആ വീട്ടിലേക്ക് പോയിട്ടുള്ളതായ പരിശോധനയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ കാണിക്കുമ്പോൾ അയാളുടെ മുഖത്തൊന്നും വലിയ ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഒരു കുറ്റബോധത്തിൻ്റേതായ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അയാൾ അഭിനയിക്കുന്നതാണോ ഞാൻ സന്തോഷവാനാണ് എന്നുള്ളതാണോ, അതോ നമ്മുടെ SP ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അയാൾക്കുണ്ടായ വൈരാഗ്യം തീർത്തതിൻ്റെ സന്തോഷമാണോ എന്നൊക്കെ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ശരി, ഡോക്ടർ KS ഡേവിഡ്, ഈ പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. ഈ ജിൻസൺ രാജയുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെയോ മറ്റെന്തിൻ്റെങ്കിലോ പുറത്ത് ചെയ്തു പോയൊരു കുറ്റകൃത്യം പിന്നീടെങ്കിലും അയാൾക്ക് ഒരു സന്ദർഭത്തിൽ പശ്ചാത്താപമുള്ള മുഖഭാവം പുറത്തേക്ക് വിടേണ്ടതുണ്ട്. അതൊന്നുമില്ലാതെ ഒരു പൂർവ്വ വൈരാഗ്യം നടപ്പിലാക്കിയ ഒരാളുടെ മുഖഭാവമാണ് ഇപ്പോൾ അയാളിൽ നിന്ന് വരുന്നത്. അതിനല്ലേ കൂടുതൽ സാധ്യത? അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇപ്പോൾ പറയുന്ന ഭാഷ്യത്തിന് പ്രസക്തി നൽകുകയല്ലേ? അല്ല, കാരണം ഞാനിത് ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പയ്യൻ്റെ ഓരോ ചലനങ്ങളും. കൃത്യമായ സൈക്കോട്ടിക് ബിഹേവിയറാണ് ഓരോ ബോഡി ലാംഗ്വേജിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നൊരു ന്യായം കുറേ ആയുധങ്ങൾ വരുത്തി വെച്ചു എന്നുള്ളത്. ഇത് കൊലപാതകത്തിന് ആകണമെന്നില്ല. സൈക്കോപതിക് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ അമിതമായ പാരനോയിഡ് ടെൻഡൻസികൾ, മറ്റുള്ളവർ തങ്ങളെ ഉപദ്രവിക്കുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള ആയുധങ്ങൾ ശേഖരിച്ച് വയ്ക്കാറുണ്ട്. ഈ വെട്ടുകത്തി തലയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുന്ന ആളുണ്ട്. ആരും കൊല്ലാനല്ല, പേടിച്ചിട്ടാ. ഇത്തരം ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ ആയുധങ്ങൾ വരുത്തി എന്നുള്ളത് പ്ലാൻ ചെയ്തൊരു കൊലപാതകത്തിനാണ് എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഡോക്ടർ KS ഡേവിഡ്, ഈ പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് അങ്ങ് പറയുന്ന മാനസികാവസ്ഥയുള്ള ഒരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരിയാണ്. ശ്രീ ജോർജ് മാത്യു, തെളിവ് നശിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം ഇവിടെ കാണുന്നില്ല. ഈ ഡെഡ് ബോഡി മുഴുവൻ അവിടെ ഇട്ടിട്ടാണ് സ്ഥലം വിടുന്നത്. കത്തിക്കുന്നു, ബാക്കി അവിടെ കെടുക്കുന്നു. ഇത്രയും ക്ലോസ്ഡ് ആയിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് എളുപ്പത്തിൽ മറവ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇട്ടിട്ട് ഇതിന് ശേഷം സ്ഥലം വിടുകയാണ്. അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടില്ല. പിന്നെ ഡെഡ് ബോഡിയൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടുന്നുണ്ടെന്ന് എനിക്കൊന്നുമില്ല. DNA ടെസ്റ്റ് നടത്തിയ കൃത്യമായിട്ട് അറിയാവുന്ന. ശ്രീ സുനിൽ പരമേശ്വരൻ, വളരെ ചുരുക്കി താങ്കൾ പറയുകയാണെങ്കിൽ താങ്കളുടെ മാന്ത്രിക നോവലുകളെ കടത്തിവെട്ടുന്ന, താങ്കളുടെ പുസ്തകങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്ന, അനന്തഭദ്രം പോലെയുള്ള ഭാവനകൾക്ക് അതീതമായി നിൽക്കുന്ന വലിയൊരു തിരക്കഥയായി ഈ പറയുന്ന നന്ദൻകോട് എപ്പിസോഡ് താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ, അതോ അതിനും താഴെയാണോ ഇത്? പടർന്നു പിടിച്ചിരിക്കുന്ന മാരകമായ മയക്കുമരുന്നുകൾ, ഇതുപോലുള്ള ഉപയോഗങ്ങൾ, ഈ മദ്യത്തിനേക്കാൾ കൂടുതൽ ലഹരി പടർത്തുന്ന, നാവില് നാഗങ്ങളെ കൊണ്ട് കൊത്തിച്ചിട്ട് ലഹരി പടർത്തുന്ന ഇത്തരം ഈ പുതിയ തലമുറയിലേക്ക് പടർന്നു വന്നിരിക്കുന്ന ഒരു വലിയ ഒരു ആപത്തുണ്ട്. ആ ആപത്തിനെ ഉന്മൂലനാശനം ചെയ്യാതെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അവസാനിക്കില്ല. അതിന് പോലീസും ഇവിടെയുള്ള സമൂഹവും ഒരുമിച്ച് നിന്ന് മാതാപിതാക്കൾ കുട്ടികളുടെ വളർച്ചയും കുട്ടികളുടെ ശ്രദ്ധയും വേണം. അല്ലാതെ എഞ്ചിനീയറും ഡോക്ടറും ആക്കാനല്ല പോകേണ്ടത്. അവരുടെ സ്വപ്നങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. കുട്ടികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. കുട്ടി തെറ്റ് ചെയ്താൽ കാറും സൈക്കിളും ആവശ്യപ്പെടുന്നതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് അവന്റെ വഴികളിലൂടെ എല്ലാം മാതാപിതാക്കൾ പോകേണ്ടത്. മാർക്കല്ല ഇവിടുത്തെ ഏറ്റവും വലുത്. അവിടെ ചെയ്യേണ്ടത് സമൂഹവും പോലീസും ഈ പുതിയ തലമുറയെ നശിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഈ പ്രവണതകളെ നശിപ്പിക്കാൻ എന്ത് ചെയ്യണം? വളരെ വ്യക്തമാണ് കാര്യം. ശ്രീ ജോർജ് മാത്യു, താങ്കൾ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. 1 മിനിറ്റാണ് നമുക്ക് ലഭിക്കുക. അതിൽ താങ്കൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ശ്രീ സുനിൽ പരമേശ്വരനും ഒക്കെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് കേരളത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കുട്ടി ഇങ്ങനെയുള്ള ചില
മാനസിക നില കാണിക്കുന്നുണ്ടോ, എനിക്കത് അറിയാൻ സാധിക്കുന്നുണ്ടോ, അത് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്കും നാളെ ഒരു ജിൻസൺ രാജയുടെ വിത്ത് കിടപ്പുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകാവുന്ന ഘട്ടമാണ്. എവിടെയാണ് അതിനുള്ള ചികിത്സ വേണ്ടത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് പറയാമെങ്കിൽ? ഒന്നാമതായിട്ട് ഈ വിദ്യാഭ്യാസം ജോലിക്കുള്ള ഒരു ഉപാധിയായിട്ട് കാണാതിരിക്കുക. കുട്ടിയെ സ്കൂളിൽ വിടുന്നത് വ്യക്തിത്വ വികസനത്തിനാണ്, നല്ല കാര്യങ്ങൾ പഠിക്കാനാണ്. പിന്നെ കുട്ടിയോടുള്ള സ്നേഹം കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ആകാൻ പാടില്ല. പിന്നെ ഈ സിവിൽ സർവീസ്, എൻജിനീയറിങ്, മെഡിസിൻ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. എൻജിനീയറിങ്ങും മെഡിസിനും ഓവർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. ഈ പാസ്സായവർക്ക് തന്നെ ജോലിയില്ലാത്ത ഒരു ഘട്ടമാണ്. അപ്പോൾ കുട്ടിക്ക് ആത്മവിശ്വാസം വളർത്തുക, കുട്ടി താല്പര്യമനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ തന്നെത്താനെ കണ്ടെത്താൻ ശ്രമിക്കട്ടെ. അപ്പോൾ കുട്ടിക്ക് പ്രോത്സാഹനവും ജീവിതത്തെ നേരിടാനുള്ള ധൈര്യവുമാണ് അച്ഛനമ്മമാർ പകർന്ന് കൊടുക്കേണ്ടത്. കുട്ടിയിൽ ഒരിക്കലും ഒരരക്ഷിത ബോധം അച്ഛനമ്മമാർ സൃഷ്ടിക്കരുത്. യെസ്, തീർച്ചയായിട്ടും. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും എന്താണ് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കേതൽ ജിൻസൺ രാജയുടെ മനസ്സിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. അതിന് പോലീസിനെയും സമ്മർദ്ദപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഓരോ കൊലയും ഓരോ പുതിയ സ്ക്രിപ്റ്റ് പോലെ എഴുതി തയ്യാറാക്കി വരുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പോലീസിന് കൃത്യമായി സത്യം കണ്ടെത്താനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അതിന് അവർക്ക് സാധിക്കട്ടെ, ശാസ്ത്രീയമായ മാർഗങ്ങൾ അവരെ തുണയ്ക്കട്ടെ എന്ന് മാത്രമാണ് ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ജോർജ് മാത്യു, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഡോക്ടർ KS ഡേവിഡ്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സുനിൽ പരമേശ്വരൻ.